ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക കറിയാണ്. അതൊരു പക്ഷേ നിങ്ങൾക്കാർക്കും അറിയത്തില്ലായിരിക്കാം. കണ്ടോ, കുക്കറിൽ എണ്ണ വെച്ച് കടുകും 2 ഉലുവയും 2 ജീരകം ഇട്ട് പൊട്ടിച്ചു. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അത്ര ഇട്ടു. ഇനി ഇത് വൻപയർ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതും കറിവേപ്പിലയും കൂടാണ്. അതിനും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റണം. പയർ ഏകദേശമായി ചെറുതായി പൊട്ടാൻ തുടങ്ങി. ഇതിന് ചേർക്കാനുള്ളത് അല്പം മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അത്രയും ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കുകയാണ്. ഇത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായി വേവിക്കണം. വെന്ത് കഴിയുമ്പോൾ ചേർക്കാനുള്ളതാണ് വാളൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിരിപുളി അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴിത് ചേർക്കുകയാണെങ്കിൽ ഈ പയർ വേകാൻ താമസിക്കും, വേഗത്തില്ല. അപ്പം ഈ പയർ വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം പുളിയും ഉപ്പും ചേർക്കാൻ. ഒരു 3-4 വിസിൽ വരണം. പയർ നന്നായിട്ട് വേകണം. പയർ വെന്തോന്ന് നോക്കാം. കാണുമ്പോഴേ അറിയാം നന്നായി വെന്തു. ഇനി ഇതിലേക്ക് വാളൻപുളിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ പുളിവെള്ളവും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തു. ഇനി ഇത് ചെറുതായിട്ട് ഒന്നുകൂടി തിളക്കണം. രണ്ടാമത് ഇത് ചേർത്തതല്ലേ, പച്ചവെള്ളത്തിലാണ് അത്രയും ചേർത്തത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, നല്ലതാണ്. ഉപ്പും പുളിയും കുരുമുളക് പൊടിയും എരിവും എല്ലാം. അധികം എരിവ് ചേർക്കരുത്. ഇത് മാത്രം മതി ചോറിന്. ഇച്ചിരി ഉണക്കമീൻ പൊരിച്ചതും സ്വല്പം ചക്കക്കുരു മെഴുക്കുവരട്ടി കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. എനിക്കിപ്പോൾ ചക്കക്കുരു മെഴുക്കുവരട്ടി ഞാൻ വെച്ചില്ല, വെക്കണം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇരിപ്പുണ്ട്. കൂർക്ക വെള്ളത്തിലിട്ടിരിക്കുന്നപ്പോൾ അത് വെക്കാം. അപ്പം നാളെ ചക്കക്കുരു വെക്കാം. അപ്പോൾ ഗൈസ്, ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതൊരു വെറൈറ്റി കറിയാണ്, എല്ലാവരും ഒന്നും ഉണ്ടാക്കാറില്ല. ഇതിൻ്റെ പേര് പയർ. ആ പേര് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്, എൻ്റെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്.